നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി മേരെ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കിയതും ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം രാജ്യത്തുണ്ടായൊരു വിപ്ലവമുണ്ട്. അതാണ് നമ്മുടെ UPI വിപ്ലവം. നമ്മുടെ വലിയ വലിയ എന്താ പറയുക, കച്ചവട സ്ഥാപനങ്ങൾ മുതൽ ഇങ്ങ് താഴെത്തട്ട് വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ വരെ ഇപ്പോൾ QR കോഡ് അല്ലെങ്കിൽ UPI സംവിധാനമുണ്ട്. കറൻസി നോട്ടുകളുടെ ഉപയോഗം ഇപ്പോൾ വല്ലാണ്ടങ്ങ് കുറഞ്ഞു വരുന്നുണ്ട്. സാധാരണക്കാർ മുതൽ അങ്ങേ ഉറ്റത്തുള്ള ഉന്നത ശ്രേണിയിലുള്ളവർ വരെ ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളുടെ പിന്നിലാണ്. അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുക്കും മേലെ ഒരു പരിപാടി ഇന്ത്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ ചില കൂട്ടുകാരായിട്ടുള്ള രാജ്യങ്ങളും ആ രീതിയിൽ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ട്രംപ് എണ്ണനിട്ടുള്ള പണിയാണ് എന്നുകൂടി പറയാം. ഇനി എന്താണ് സംഗതിയിലോട്ട് കടക്കാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ്. ഇതൊരു പുതിയ സംഗതിയല്ല. നിലവിൽ ഡിജിറ്റൽ കറൻസി നമ്മുടെ ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ പൊതുവായിട്ടല്ല, ചില ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഈ ഡിജിറ്റൽ കറൻസി ഉണ്ട്. അതിനെ നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെയാണ് വിളിക്കുക. നമുക്കറിയാലേ, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സംഗതിയാണ് ഡിജിറ്റൽ കറൻസി. ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെയോ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ നിയന്ത്രണമില്ലാതെ ഓൺലൈൻ വഴി മാത്രം ഇടപാട് നടക്കുന്ന കറൻസിയാണ് ഈ ക്രിപ്റ്റോ കറൻസി. അത് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വാർത്തകളിലുള്ള ഒരു താരമാണ്. പിന്നെ ഒന്നുള്ളത് വെർച്വൽ കറൻസി എന്ന് പറഞ്ഞ സംഗതിയാണ്. അത് ഈ ചില ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ നിശ്ചിത തുക അടച്ചതിന് ശേഷം അവർ നൽകുന്ന സാങ്കല്പിക കറൻസി, അത് ഡിജിറ്റൽ കറൻസി, അതാണ് വിർച്വൽ കറൻസി. ഇത് രണ്ടും ഓൾറെഡി ഉള്ള രണ്ട് സംഗതികളാണ്. ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന യാതൊരു സംഗതിയില്ല. അത്യാവശ്യം ഉന്നത ശ്രേണിയിലുള്ളവർ മാത്രം, അല്ലെങ്കിൽ അതേപോലുള്ള ഇടപാടുകൾ നടത്തുന്നവരാണ് ഈ സംഗതികൾ പരിചയിച്ചിട്ടുള്ളത്. ഇനി സാധാരണക്കാരൻ പരിചയിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പിന്തുണയോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന ഒരു കറൻസിയാണ് ഡിജിറ്റൽ കറൻസി. അതിന് കൊടുത്തിരിക്കുന്ന പേര് ഡിജിറ്റൽ രൂപ എന്നാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. നിസ്സാരമായ സംഗതിയാണ്. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ UPI സംവിധാനം വഴി ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമെന്ന് വേണമെങ്കിൽ ലളിതമായ അർത്ഥത്തിൽ അങ്ങനെ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നമ്മൾ സാധാരണഗതിയിൽ ATMകളിൽ പോയി അത് പിൻവലിച്ച് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുമല്ലോ. സമാനമായി തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നമ്മുടെ ഫോണിലുള്ള ഈ ഡിജിറ്റൽ കറൻസിയുടെ ആപ്പിൽ ഏതാണ്ട് അതേ രൂപത്തിൽ, ഡിജിറ്റൽ കറൻസിയുടെ രൂപത്തിൽ നമ്മുടെ ആപ്പിൽ ഉണ്ടാകും. അതേ രൂപത്തിലെന്ന് പറഞ്ഞാൽ 500ൻ്റെ നോട്ട്, 10ൻ്റെ നോട്ട്, 20ൻ്റെ നോട്ട്, 50ൻ്റെ നോട്ട്, 100ൻ്റെ നോട്ട്, 200ൻ്റെ നോട്ട്, 500ൻ്റെ നോട്ട്, ഇത്രയും ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഇത്രയും കറൻസി നോട്ടുകളാണല്ലോ. ഇതെല്ലാം അതിൻ്റെ ഡിജിറ്റൽ രൂപത്തിൽ യഥാർത്ഥ നോട്ടുകളോട് സാദൃശ്യമുള്ള രൂപഘടനയോടുകൂടി തന്നെ ഉണ്ടാകും. അതുകൊണ്ടും തീർന്നില്ല, 50 പൈസ മുതൽ 20 രൂപ വരെയുള്ള നാണയങ്ങളും ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതും UPI, നമ്മുടെ നിലവിലുള്ള UPI ആപ്പുകളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, പ്രകടമായ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നില്ല എങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാന സംഗതി എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ നമ്മുടെ UPI സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും മറ്റാരുടെയെങ്കിലോ ബാങ്ക് അക്കൗണ്ടും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് ഇടപാടുകൾ നടത്താനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് വാസ്തവത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന GPayയോ പേടിഎമ്മോ അതേപോലെയുള്ള സംവിധാനങ്ങൾ. പക്ഷേ നമ്മുടെ ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അക്കൗണ്ടിലുള്ള പണം നമ്മുടെ ഫോണിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ നമ്മൾ ഈ UPI അതേപോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കടയിൽ ചെന്ന് പേയ്മെൻറ്റ് നടത്തി, പക്ഷേ ഫോൺ ഹാങ് ആകുന്നു, അല്ലെങ്കിൽ നെറ്റിൻ്റെ സ്ലോ കാരണം പേയ്മെൻറ്റ് നടക്കുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർക്കെങ്കിലും അത് അനുഭവത്തിൽ വന്നിട്ടും ഉണ്ടാകും. പക്ഷേ ഈ സംഗതിയിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. പറയുന്നത് ഇൻ്റർനെറ്റ് പോലും ഇല്ലെങ്കിലും നമ്മുടെ ഡിജിറ്റൽ കറൻസി വഴി ഇടപാട് നടത്താം എന്നും പറയുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ സംഗതി, ഈ സാധാരണഗതിയിൽ നമ്മുടെ UPI ട്രാൻസാക്ഷൻ വഴി ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം മാറുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ കറൻസിയിൽ വാലറ്റിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നമ്മുടെ ഫോണിലേക്ക്, അതിനെ വാലറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പേഴ്സിൻ്റെ ഇംഗ്ലീഷിലെ പദമാണ് വാലറ്റ്. അപ്പോൾ ഇതേപോലെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നമ്മൾ ഫോണിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരാളുടെ വാലറ്റിൽ നിന്നും മറ്റൊരാളുടെ വാലറ്റിലേക്ക് മാറ്റുന്നു. അപ്പോഴൊരു സംശയം തോന്നാം, ഈ വാലറ്റിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? കാര്യം നിസ്സാരമാണ്.
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന UPI ആപ്പുകളുടെ QR കോഡുകളുണ്ടല്ലോ, നമ്മളൊരു കടയിൽ ചെന്നാൽ ആ QR കോഡ് സ്കാൻ ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള പണം അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിയെന്ന് കരുതുക. നമ്മുടെ വാലറ്റിലുള്ള നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറൻസി 500 രൂപയുടെ കറൻസി ആണെന്നും കരുതുക. നമ്മൾ 50 രൂപയുടെ സാധനം വാങ്ങിയെങ്കിൽ നമ്മൾ ആ പറയുന്ന വാലറ്റിലേക്ക് 50 രൂപ മാത്രം അയച്ചാൽ മതി. പകരം നമ്മുടെ വാലറ്റിൽ അപ്പോൾ 200ൻ്റെ 2 നോട്ടും 50ൻ്റെ 1 നോട്ടുമായിട്ട് അവശേഷിക്കും. ഇനി 50ൻ്റെ നോട്ട് വേണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 2 20ൻ്റെ ഒരു 10ൻ്റെ നോട്ടായിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് അവശേഷിക്കും. അപ്പോൾ ഇത് വളരെ സുഗമമായ ഏർപ്പാടാണ്. ചുരുക്കി പറഞ്ഞാൽ കുറേ കൂടി വിശ്വാസ്യത നമുക്ക് ഈ ഇടപാടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ കറൻസി ഇനി സാർവത്രികമാകും എന്ന് പറയുന്നതിൻ്റെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UPI ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ മറ്റെന്തെങ്കിലും ഫോൺ ഹാങ് ആകുകയോ മറ്റോ ചെയ്താൽ ഇടപാടുകൾ പൂർത്തീകരിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി നൽകുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിലും ശരി, ഫോൺ പേ ആണെങ്കിലും ശരി, അതിന് അവരുടേതായ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പക്ഷേ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച് നൽകുന്ന, അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇടപാടുകൾ കുറേ കൂടി സുതാര്യമായിരിക്കും, കുറേ കൂടി അതിൻ്റെ കൃത്യത നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. ഇപ്പോൾ വ്യാപകമായ പരാതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫോൺ റീചാർജ് ചെയ്തിട്ട് ആ പണം നമ്മുടെ ഫോണിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നില്ല, ആ കൂപ്പൺ ചിലപ്പോൾ പിൻവലിച്ചിട്ടുണ്ടാകും ആ സർവീസ് ദാതാക്കൾ. അങ്ങനെ ചില പ്രശ്നം എനിക്ക് വ്യക്തിപരമായിട്ടും ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഒഴിവാക്കാൻ സാധിക്കും. ഇനി എന്തുകൊണ്ട് ഡിജിറ്റൽ കറൻസി സാർവത്രികമാകുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏതെങ്കിലും UPI ആപ്പുകൾ ഉപയോഗിച്ച് നിരന്തരം ഇടപാടുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുറത്തുപോയി വാങ്ങുന്ന സാധനങ്ങൾക്ക് 5 രൂപയോ 10 രൂപയോ അങ്ങനെ ചെറിയ ചില്ലറകൾക്ക് പോലും നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പണം അയച്ചിട്ടോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിൽ പോയി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഈ ചപ്പ് ചവറ് പോലെയുള്ള എല്ലാ ഇടപാടുകളും, നമ്മുടെ ബോയിങ് സിനിമയിൽ ജഗതി ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നീണ്ട കഥ പറയില്ലേ, ഇതേപോലെ ഒരു നീണ്ട ലിസ്റ്റ് ആയിരിക്കും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരിക. അത് പ്രധാനമായ പല ഇടപാടുകൾ നമുക്ക് തപ്പിപ്പിടിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ബാങ്കുകാർക്ക് അത് വലിയ മെനക്കേടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. കാരണം നമ്മൾ ഒറ്റത്തവണ ബാങ്കിൽ നിന്ന് നമ്മുടെ ഈ വാലറ്റിലേക്ക്, നമ്മുടെ ഫോണിലെ ഈ പറയുന്ന ഡിജിറ്റൽ കറൻസി വാലറ്റിലേക്ക് ഒറ്റത്തവണ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ മറ്റിടപാടുകളൊന്നും ഈ വാലറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളൊന്നും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ ഈ പറയുന്ന നമ്മുടെ വാലറ്റിലേക്ക് നമ്മളിപ്പോൾ 500 രൂപ മാറ്റി എന്നിരിക്കട്ടെ, അത് സ്ഥിരമായിട്ട് അവിടെ തന്നെ കിടക്കണമെന്ന് യാതൊരു പിടിവാശിയും വേണ്ട. നമുക്ക് നാളെ അത് ബാങ്കിലേക്ക് തിരിച്ച് നിക്ഷേപിക്കണമെന്ന് വെച്ചാൽ തിരിച്ച് മാറ്റുകയും ചെയ്യാം. ഇനി മറ്റു ചില പ്രത്യേകത കൂടിയുണ്ട്. ഏതെങ്കിലും സാങ്കേതിക കാരണം കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്കായി എന്ന് വെക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ്, നമ്മുടെ ATMൽ ഉപയോഗിക്കുന്ന കാർഡ് കൊണ്ട് അതിൻ്റെ പിന്ന് മാറിയതുകൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് തൽക്കാലം ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാലും നമ്മൾ ഏതെങ്കിലും സമയത്ത് നമ്മുടെ ഈ ഡിജിറ്റൽ വാലറ്റിലേക്ക് നമ്മൾ പണം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പണം അവിടെ നിന്ന് ചിലവഴിക്കാനും സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ഈ ഡിജിറ്റൽ കറൻസിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിന് കൃത്യമായ മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. അതിന് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറൻസികൾ അച്ചടിക്കുന്നതിന് അത്യാവശ്യം വലിയ സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ അച്ചടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണനിലവാരവും ഉറപ്പുവരുത്തേണ്ട ചുമതല റിസർവ് ബാങ്കിനുണ്ട്. ആ കറൻസിക്ക് ഇപ്പോൾ ബാങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കറൻസിയിൽ എന്തെങ്കിലും കറ പറ്റുകയോ ഇത്തിരി പൊടിഞ്ഞു പോവുകയോ ഇത്തിരി കീറുകയോ ഒക്കെ ചെയ്താൽ 500 രൂപയുടെ നോട്ടാണെങ്കിൽ പോലും ബാങ്ക് പുതിയ നോട്ട് തിരിച്ചു തരും. അപ്പോൾ നോട്ട് അച്ചടിക്കുമ്പോഴും പ്രശ്നമാണ്, പഴയ നോട്ടുകൾ, കീറിയ നോട്ടുകൾ മാറിത്തരുമ്പോഴും നമ്മുടെ സർക്കാരിന് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ലഭ്യമായ വിവരം പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം 4875.2 കോടി രൂപയാണ് കറൻസി നോട്ട് അച്ചടിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ രാജ്യം ചെലവാക്കിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 6372.8 അതായത് ഏതാണ്ട് 25% ചെലവ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും സാമ്പത്തിക ചെലവ് വരുത്തി വെക്കുന്ന പരിപാടിയാണ് നമ്മളെ കൊണ്ട് നടക്കുന്ന കറൻസി നോട്ടുകൾ എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നോട്ടുകളുടെ കാര്യം അങ്ങനെ പറയുമ്പോൾ കോയിൻ ഇറക്കുമ്പോഴും ഇതേപോലെ സാമ്പത്തിക ചെലവുണ്ട്. ഇപ്പോൾ രസകരമായൊരു വസ്തുത, നമ്മൾ ഉപയോഗിക്കുന്ന 1 രൂപ നാണയത്തിന് അത് ആ രീതിയിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി 1 രൂപ 11 പൈസ ചിലവുണ്ട്. ഇപ്പോൾ അത് 2 രൂപ നാണയമാണെങ്കിൽ 1 രൂപ 20 പൈസ റിസർവ് ബാങ്കിന് അല്ലെങ്കിൽ ഇത് ഇറക്കുന്ന ഏജൻസിക്ക് ചിലവുണ്ട്. 10 രൂപയാണെങ്കിൽ 5 രൂപ 54 പൈസയാണ് ചിലവ്. അപ്പോൾ അവിടെയും സാമ്പത്തിക, അപ്പോൾ ഇതെല്ലാം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇത്രയും
ചെലവ് ലാഭിക്കാം. പിന്നെയും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് കള്ളനോട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെയും അത്രയും നടപടികൾ എടുത്തിട്ടും ഇപ്പോഴും ലേറ്റസ്റ്റ് വന്ന കണക്കുകൾ പ്രകാരം റിസർവ് ബാങ്കിൽ അവർ കണ്ടെത്തിയ കള്ളനോട്ടുകളുടെ എണ്ണം 2,29,746 ഈ സമയത്തെ കണക്കാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5.7% വർധനയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കള്ളനോട്ടുകൾ നിയന്ത്രിക്കാനും ഈ ഡിജിറ്റൽ കറൻസി അത്യാവശ്യമാണ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ പറയുന്ന ഡിജിറ്റൽ കറൻസി ട്രംപിനിട്ടുള്ള പണിയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം ഈ ഡിജിറ്റൽ കറൻസി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭ്യമാണ്. ചില തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. സാധാരണ നമ്മൾ UPI ഇടപാടുകൾ നടത്താൻ വേണ്ടി ഒരു ആപ്പ് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് സമാനമായ പ്രോട്ടോക്കോൾ തന്നെയാണ് ഇതിനുമുള്ളത്. നമ്മൾ ആദ്യം നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടാകും. അത് വെച്ചാണ് നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്ക് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി ലോക്കുകൾ നമ്മൾ വെക്കണം. അതിപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആകാം, അല്ലെങ്കിൽ 6 അക്ക ഡിജിറ്റൽ 6 അക്ക പിന്നാകാം. ഇത് പ്രകാരം ഉള്ളതൊക്കെ നമ്മൾ പൂർത്തിയാക്കണം. ഇതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 19ഓളം ബാങ്കുകൾ വഴി ഇപ്പോൾ ഈ ഡിജിറ്റൽ കറൻസി സേവനം ലഭ്യമാണ്. ഞാൻ പറഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് പൊതുവെ എല്ലായിടത്തും ലഭ്യമാകുമെന്നുള്ള കാര്യം റിസർവ് ബാങ്ക് ഇപ്പോൾ അറിയിച്ചിട്ടുമില്ല. അപ്പോൾ വലിയ താമസമില്ല എന്നുള്ളതുകൂടി പറയണം. വരുന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് 130ഓളം രാജ്യങ്ങളിൽ, ഇന്ത്യ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല, 130ഓളം രാജ്യങ്ങളിൽ ഈ ഡിജിറ്റൽ കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ഇനി പൂർണ്ണതോതിൽ നടപ്പിലാക്കിയ ചില രാജ്യങ്ങൾ നമുക്ക് അത്ര പരിചിതമല്ലാത്ത രാജ്യങ്ങളാണ്. ബഹാമസ്, നൈജീരിയ, സിംബാബ്വെ. ഇത്ര വലിയൊരു സാമ്പത്തിക പരിഷ്കരണം ഈ രാജ്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ വമ്പൻ രാജ്യങ്ങൾ വേറെ രീതിയിൽ നീങ്ങുന്നുണ്ട്. ആ വമ്പൻ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്, റഷ്യയാണ്. ഇവരെല്ലാവരും തന്നെ നമുക്കറിയാവുന്നതുപോലെ ബ്രിക്സ് കൂട്ടായ്മയുടെ ലീഡേഴ്സാണ്. അവരൊക്കെയാണ് നേതാക്കൾ. അപ്പോൾ ഇവരെല്ലാവരും ഇന്ത്യ, ചൈന, റഷ്യ, ഈ 3 രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യയുടെ പറയുകയാണെങ്കിൽ റുപ്പിയാണ്, ചൈനയുടെ CNY ആണ്, റഷ്യയുടെ ഡിജിറ്റൽ റുബിളാണ്. ഈ 3 കറൻസികളും അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇടപാടുകൾ നടത്തുന്നുണ്ട്. കൂടാതെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ, ഇപ്പോൾ UAE ആയിക്കോട്ടെ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണെന്ന്. ഈ ബ്രിക്സ് പൊതുവിലൊരു നയം നേരത്തെ സ്വീകരിച്ചിരുന്നു. ഈ ഡോളറിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പൊതുവായ ഒരു കറൻസി ഉണ്ടാക്കാനായിട്ടൊരു തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ ആ തീരുമാനമൊന്ന് പരിഷ്കരിച്ചിട്ട് പൊതുവായ ഒരു കറൻസിക്ക് പകരം അതാത് രാജ്യങ്ങളുടെ ഡിജിറ്റൽ കറൻസികൾ പരസ്പരം ബന്ധിപ്പിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണം ഈ ഡിജിറ്റൽ കറൻസികൾ വഴി ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയ വിനിമയം വളരെ വേഗത്തിലും ഫലപ്രദമായും ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഡിജിറ്റൽ കറൻസി അത് ആശ്രയിക്കുന്നത് കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനങ്ങളെയാണ്. എന്നാൽ സാധാരണഗതിയിൽ വിദേശ നാണയ വിനിമയം എന്ന് പറയുന്നത് മാനുഷികമായ ഇടപെടലുണ്ടാകും. കാരണം ഓരോ ദിവസത്തെയും വിദേശ നാണയ വിനിമയ നിരക്ക് നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അതിനനുസരിച്ച് ആനുപാതികമായിട്ടാണ് വിദേശ നാണയ ഇടപാടുകൾ സാധാരണ നടക്കുക. പക്ഷേ ഡിജിറ്റൽ കറൻസിയുടെ കാര്യത്തിൽ ഡിജിറ്റലി കമ്പ്യൂട്ടർ സംവിധാനത്തോടു കൂടി ഓരോ രാജ്യങ്ങളുടെയും വിദേശ നാണയ ആ നിരക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെ നിരക്ക് ഡിജിറ്റലി കാൽക്കുലേറ്റ് ചെയ്യുകയും വളരെ വേഗത്തിൽ ഇടപാട് നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾ ബ്രിഡ്ജ് എന്ന പേരിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡോളറിന് അടിസ്ഥാനമാക്കിയുള്ള വിദേശ നാണയ വിനിമയങ്ങൾക്ക് സ്വിഫ്റ്റ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിന് ബദലായിട്ട് ബ്രിഡ്ജ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു. 2026 ബ്രിക്സ് സമ്മേളനം നടക്കുന്നതിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് ഈ ഡിജിറ്റൽ കറൻസിയുടെ കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ടാകും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കറൻസി ഒരു വലിയൊരു വിഷനാണ്. ഇന്ത്യ അതിൽ നിർണായക പങ്കുവഹിക്കുന്നു. വലിയ താമസമില്ലാതെ ഇപ്പോൾ UPI ഇടപാടുകൾ തുടങ്ങണം, നോട്ട് നിരോധന കാലത്ത് UPI ഇടപാടുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇടപാടുകൾ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകൾ
ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്ന രാജ്യം എന്ന നിലയിൽ നമ്മുടെ രാജ്യം വളർന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ കറൻസിയും വരും കാലത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കുമെന്നുള്ള കാര്യം 100 തരമാണ്.